friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോളോഗ്രാം എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള ഒരു ട്രയാങ്കിൾ, ഒരു മട്ടത്രികോണം നമ്മൾ ഇത് വെട്ടിയെടുക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്ലാസ് പേപ്പറിലാണ്. ഗ്ലാസ് പേപ്പറിൽ കറക്റ്റ് ഒരു അളവൊക്കെ വെച്ചിട്ടുള്ള ഒരു 4 പീസുകൾ നമുക്ക് ഇതിന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് മൊബൈലിലൊക്കെ വല്ല പിക്ചറും അതിൻ്റെ പോലെ വീഡിയോസൊക്കെ കാണുമ്പോൾ അതൊരു 3D എഫക്റ്റിൽ കാണുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഹോളോഗ്രാം കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് പേപ്പർ വേണം. അതുപോലെ നമ്മൾ ഇതിപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടി കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലൊരു തോത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരു കാർഡ്ബോർഡിൻ്റെ പീസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ ഒരു മുകൾ വശം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ സൈഡ് നമ്മൾ 8 സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളത്. താഴെ വശം ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്ററോളം എടുക്കാൻ പറ്റും. അത് നമ്മൾ ഐഡിയയ്ക്ക് അനുസരിച്ച് അതിൻ്റെ ഒരു ഹൈറ്റിലും അതുപോലെ തന്നെ ഗ്യാപ്പിലൊക്കെ വ്യത്യാസം വരുത്താൻ പറ്റും. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം ആദ്യമായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തോത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളൊരു എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇതിങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാൻ പറ്റും. പേന കൊണ്ട് മാർക്ക് ചെയ്താൽ മതി. ഇതുപോലത്തെ നമുക്ക് 4 പീസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 4ഉം ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4 പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ട്രയാങ്കിൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു മട്ടത്രികോണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 4 വശവും കൃത്യമായിട്ട് ഒട്ടിക്കണം. നമ്മൾ ഒട്ടിക്കുന്നതിലുള്ളൊരു പെർഫെക്ഷനിലാണ് ഇതിൻ്റെ ഒരു വൃത്തിയൊക്കെ ഉണ്ടാവുക. കറക്റ്റായിട്ട് വെച്ച് ഒട്ടിക്കുക, അപ്പോഴേ ഇതിന് ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്കപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം രൂപം കിട്ടും. ഇത് നമ്മൾ ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പ് തന്നെ കിട്ടുന്നതായിരിക്കും. ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ എഡ്ജൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ നമുക്കിത് കിട്ടും. നമുക്കിനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. അത് നോക്കാനായിട്ട് നമ്മളിതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഹോളോഗ്രാമിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്കത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുക. അപ്പോഴാണ് നമുക്കതിൻ്റെ 3D എഫക്റ്റിൽ കറക്റ്റ് കിട്ടുക. സാധാ വീഡിയോസിലല്ല കിട്ടുക. ഈ ഹോളോഗ്രാമിൻ്റെ തന്നെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലാണ് ഇത് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ചിത്രം ഇങ്ങനെ 4 ഷെയ്ഡായിട്ടാണ് വരിക. 4 സൈഡിലായിട്ടും വരും. അപ്പോൾ നമ്മൾ ഈ ഹോളോഗ്രാം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കറക്റ്റ് ഇതിൻ്റെ നടുക്കിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്കിതിൻ്റെ വർക്കിംഗ് കിട്ടുള്ളൂ. കുറച്ച് ബെൻഡ് വന്നു, ഏതാണ് ഇങ്ങനെ വരാത്തത്. ഷേപ്പിൽ കിട്ടണം. നമുക്കിത് കറക്റ്റായിട്ട് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുണ്ടല്ലേ, കൃത്യം നടുക്ക് വെക്കുക. അതിനുശേഷം നമ്മളൊരു സൈഡ് വ്യൂവിലൂടെ വേണം നോക്കാൻ. അപ്പോൾ നമുക്കതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നേരെ നോക്കാം.
ഫ്രണ്ട്സ്, നമ്മളെ ഹോളോഗ്രാം എക്സ്പെരിമെൻറ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സംഭവം വളരെ രസമുള്ളൊരു പരിപാടിയാണ്. കാരണം ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മൊബൈലിൻ്റെ മേലൊക്കെ അതിൻ്റെ ആ ഒരു വീഡിയോസിൻ്റെ മേലൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ 3D എഫക്റ്റിൽ കാണുന്ന ഭയങ്കര ഭംഗിയാണ് സംഭവം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള പുതുമയാർന്നൊരു വീഡിയോ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.